എല്ലാ മാതാപിതാക്കളോടും ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടിരുന്ന കുട്ടി ഇപ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെയായിരിക്കുന്നു. മുമ്പ് എല്ലാം ഷെയർ ചെയ്തിരുന്നവർ ഇപ്പോൾ നമ്മളോട് മിണ്ടാതെയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്താണ് അവരുടെ ഈ മാറ്റത്തിന് കാരണമെന്ന്? എന്നാൽ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പ്രായം എന്ന് പറയുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കൗമാരകാലമാണ്. മുന്നും പിന്നും നോക്കാതെ എടുത്തുചാട്ടങ്ങളും തെറ്റുകളിലേക്ക് വീണു പോകുന്നതും ഈ പ്രായത്തിലാണ്. ഈ സമയത്താണ് ശരീരവും മനസ്സും ചിന്തകളും മാറുന്നത്. കൗമാരപ്രായക്കാരുടെ മനസ്സ് കൺട്രോളില്ലാതെ പറന്നു നടക്കും. ആ സമയത്ത് അവരെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. ടീനേജ് ബ്രെയിൻ ഒരു അഡൽട്ട് ബ്രെയിൻ പോലെയല്ല. അവരുടെ ബ്രെയിനിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഇനിയും പൂർണ്ണമായും ഡെവലപ്പായിട്ടുണ്ടാവില്ല. അതേസമയം തന്നെ കൗമാരകാലത്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഓവർ ആക്റ്റീവുമായിരിക്കും. അതിനാലാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യവും മൂഡ് സ്വിങ്സും ഓവർ റിയാക്ഷനും കാണിക്കുന്നത്. ഈ സമയത്ത് എല്ലാ കൗമാരക്കാരും ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവരെ കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല. വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം മാതാപിതാക്കൾ ഈ സമയത്ത് അവരോട് പെരുമാറേണ്ടത്. സ്നേഹത്തോടെയുള്ള ഗൈഡൻസ് കൊണ്ടാവണം അവരെ കൺട്രോൾ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ പല മാതാപിതാക്കളും ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് ഞാൻ പറയാം. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ, നിനക്ക് എന്താണ് അറിയാവുന്നത്, അവനെ കണ്ടുപിടിക്കൂ, അവനെ പോലെ ആകൂ. ഇതുപോലുള്ള വാക്കുകൾ കൊണ്ട് കുട്ടികളെ കൂടുതൽ ദേഷ്യക്കാരായി മാറ്റും. കമ്പാരിസൺ, ഷൗട്ടിംഗ്, ഇഗ്നോറിംഗ് ഫീലിങ്സ്, ഇക്കാര്യങ്ങൾ മാതാപിതാക്കളെയും കൗമാരപ്രായക്കാരായ മക്കളെയും തമ്മിൽ എന്നേക്കുമായി അകറ്റുന്നതിന് കാരണമാകാറുണ്ട്. അവരെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് അവർ മറ്റു തെറ്റായ കൂട്ടുകെട്ടിലേക്കും പ്രണയബന്ധങ്ങളിലേക്കും ചെന്നു ചാടുന്നത്. കുട്ടി പതിയെ വീട്ടുകാരുമായി അകന്ന് പുറത്ത് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി വീട്ടിൽ വരുന്നു, സൈലൻ്റായി റൂമിലിരിക്കുന്നു. മുഖത്ത് ചിലപ്പോൾ സങ്കടം കാണാം. ആ സമയത്തായിരിക്കും അച്ഛനോ അമ്മയോ അവനോട് ചോദിക്കുന്നത്, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അവനില്ല എന്ന് പറഞ്ഞാൽ ചില പാരൻസ് പറയും, ഫോണും കൂട്ടുകെട്ടും കൊണ്ടാണ് ഇതെല്ലാം എന്ന്. അതോടെ ആ കോൺവെർസേഷൻ അവസാനിച്ചു. ശരിക്കും കുട്ടി മൂഡ് ഓഫ് ആകാൻ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ മാതാപിതാക്കൾ അവരുടേതായ ഒരു നിഗമനത്തിൽ കാരണം കണ്ടുപിടിച്ചു. ഇതെല്ലാം ആ കുട്ടിയെ മാതാപിതാക്കളിൽ നിന്നും അകറ്റും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ പാരൻസായ നമ്മൾ ചെയ്യേണ്ട സിമ്പിളായ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം അവരെ കേൾക്കുക, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ സംസാരിക്കുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. കൗമാരക്കാരായി കുട്ടികളോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ പറയാം. അഡ്വൈസ് കൊടുക്കുന്നതിന് മുമ്പ് അവരെ പൂർണ്ണമായും മനസ്സിലാക്കുക, അവരെ കേൾക്കുക, അവരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക, ശിക്ഷിക്കുന്നതിന് പകരം സ്നേഹിക്കുക, അവരുടെ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യുക, എപ്പോഴും ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഉറപ്പ് കൊടുക്കുക. ഓർക്കുക, ദേഷ്യം കാണിക്കുന്ന കൗമാരക്കാർ മോശം കുട്ടികളല്ല. സ്നേഹം കൊടുത്താൽ അവർ നമ്മോട് അടുക്കും, അവഗണിച്ചാൽ അവർ അകലും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളാണ് അവരെ ഗൈഡ് ചെയ്യേണ്ടത്. അവരെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് അവർ ദേഷ്യം കാണിക്കുന്നത്. സ്നേഹവും മനസ്സിലാക്കലും കൊണ്ട് വേണ്ട സമയത്തുള്ള തിരുത്തലിലൂടെ അവരെ നേർവഴിക്ക് നയിക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.